Hi friends, welcome back to our channel 2020 at 2025. ഞാൻ പാർവതി. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീവിച്ചിരിപ്പില്ലാത്ത രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. വിവഞ്ചിയും അതുല്യം. അവരെ കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ളത്. അവർ മരണപ്പെട്ടതല്ല, അവരെ മരണത്തിലോട്ട് തള്ളിവിട്ടതാണ്. അതിനെ കുറച്ച് കാര്യങ്ങളും ഇനിയുള്ള കുട്ടികൾക്ക്, പെൺകുട്ടികൾ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്, അവരിനി നേരിടേണ്ട ഘട്ടങ്ങൾ, ഇതുപോലെയുള്ള ഘട്ടങ്ങൾ വരുമ്പം എന്ത് ചെയ്യണം എന്നൊക്കെ തുടങ്ങിയ ഒരു ചെറിയ ചർച്ചയാണ് നമുക്ക് ഇവിടെ നടത്താനുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇനി വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളുണ്ട്. മിക്ക പെൺകുട്ടികളും ഈ അതുല്യം വിഭജിക്കുകയും പോലെയുള്ളവർ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഭൂരിഭാഗം പെൺകുട്ടികളും കടന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികൾ ആദ്യമൊക്കെ ഇതുപോലെ ടോക്സിക് അനുഭവിക്കുമ്പോഴത്തേക്ക് ക്ഷമിക്കും. ഒന്നും രണ്ടും കൊല്ലമൊക്കെ എങ്ങനെയാലും തള്ളി നീക്കും. പിന്നെയും അവർ വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് അവർക്ക് ഒരു കുഞ്ഞും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പെൺകുട്ടികൾ ചിന്തിക്കും, അയ്യോ ഞാനൊരു കുട്ടിയെയും കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ ആങ്ങളയ്ക്ക് വിവാഹമായി അല്ലെങ്കിൽ ആങ്ങളുടെ വിവാഹം കഴിഞ്ഞു, അവരൊരു കുടുംബമായിട്ട് ജീവിക്കുന്നുണ്ട്, അവർക്കൊരു പ്രശ്നമാവോ, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറെ പെൺകുട്ടികൾ. എന്നിട്ട് അവര് എല്ലാം സഹിച്ച് ഒതുങ്ങി ജീവിച്ച് അവസാനം ഒട്ടും പറ്റാതാകുമ്പോഴത്തേക്ക് ആത്മഹത്യയിലോട്ട് പോകുന്ന പെൺകുട്ടികളുണ്ട്. അതൊക്കെ ഇതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാത്രം കാണണം. ഒരു നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആത്മാവാണ്. അത് മറ്റുള്ളവർ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമോ അങ്ങനെയുള്ള ഒരു റോബോട്ടോ അല്ല എന്ന് നമ്മൾ ആദ്യമേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ മനസ്സിലാക്കണം. നമുക്കും അഭിപ്രായങ്ങളുണ്ട്, നമുക്കും ആഗ്രഹങ്ങളുണ്ട്, നമുക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കണം. ആദ്യമേ തന്റെ ഭർത്താവ് എന്തുവാണ്, തനിക്ക് സ്നേഹം ശരിക്കും ലഭിക്കുന്നുണ്ടോ, അഥവാ ഭർത്താവ് എന്നെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചതിന് ശേഷം അയ്യോ ക്ഷമിക്കണം, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ, നിന്നോടല്ലേ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഭർത്താക്കന്മാരുണ്ട്. ശരിക്കും അപ്പൊ നമ്മൾ അവിടെ വീണു പോകും. ശരിയാണല്ലോ, അദ്ദേഹത്തിന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും. ദേഷ്യം കൊണ്ടാണോ നമ്മൾ ഇതുപോലെ ഇട്ട് പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലുന്നത്? ഒരിക്കലുമല്ല. അവരെല്ലാം ഒരു കാപട്യമാണ്. അവരുടെ കുറ്റങ്ങൾ പുറത്തറിയാൻ പാടില്ല. അവരൊരു കപട നാടകമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ വ്യക്തമാക്കാം. നിങ്ങൾക്ക് അവരെ ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്തതിന് ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അന്തരമായിട്ട് നമ്മുടെ ഭർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടും, എന്റെ കുട്ടികൾക്ക് ഒരു അച്ഛൻ വേണമല്ലോ, ഒരു അച്ഛനില്ലാതെ ഒരു കുട്ടി എങ്ങനെ വളരും, അവൻ അല്ലെങ്കിൽ അവൾ വളർന്നു കഴിയുമ്പം എന്നെ കുറ്റപ്പെടുത്തുവോ, അമ്മയല്ലേ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോയത്, അങ്ങനെ കുറ്റപ്പെടുത്തുവോ എന്നൊക്കെ കുറെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മള് ഇതെല്ലാം സഹിച്ച് ജീവിക്കുന്നത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ പരാമർശങ്ങള്, ഒന്നല്ലെങ്കിൽ സ്നേഹിച്ചു പോയി കല്യാണം കഴിച്ചവരാണെങ്കിൽ നാട്ടുകാർ പറയും, നിനക്ക് ഇതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നല്ലേ. വിചാരിക്കും, ഞങ്ങൾ ഒരു വിവാഹം ആലോചിച്ച് തരുമായിരുന്നല്ലോ, നിനക്കൊക്കെ ഇതിന്റെ വലിയ കാര്യം ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, ഈ ചോദ്യങ്ങളെല്ലാം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവൾ ഇങ്ങനെ ഉരുക്കി ജീവിക്കുന്നത്. ഇനി അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം തന്റെ ഭർത്താവ് എങ്ങനെയാണ്, തന്നോട് കാണിക്കുന്ന ഇതെല്ലാം ആത്മാർത്ഥമായിട്ടാണോ എന്ന് നമ്മൾ ഇവരെ നിരന്തരമായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം. വാച്ച് ചെയ്ത് അവരെന്താണ് നമുക്ക് അവർക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ അവരെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അവരെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ അവരെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? നമുക്ക് മതിയായ റെസ്പെക്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മളെ പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു കയറാൻ അവര് നമ്മളെ ഇട്ട് കൊടുക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടുന്ന പരിഗണന തരുന്നുണ്ടോ? നമ്മുടെ അഭിപ്രായത്തിന് അവര് വില കൽപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ഇങ്ങനെ വാച്ച് ചെയ്ത് കുറെ നാൾ നമ്മൾ ഈ വാച്ച് ചെയ്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭർത്താവ് നമുക്ക് എന്താണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇയാള് നമ്മളെ ശരിക്കും വിഡ്ഢിയാക്കുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ നിമിഷം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലോട്ട് സഞ്ചരിക്കാനുള്ള ഭാഗമായി കഴിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിയുന്ന നിമിഷം നിങ്ങൾ ബന്ധമൊന്നും വേർപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങൾക്കൊരു പേഴ്സണൽ ബൗണ്ടറി സൃഷ്ടിക്കുക. ഇത് എന്റെ ആത്മാവാണ്, ഈ ആത്മാവിന് ഉത്തരവാദി ഞാനാണ്. വളരെയധികം ഒത്തിരി വർഷങ്ങൾ കൂടിയാണ് നമുക്കൊരു മനുഷ്യ ജന്മം കിട്ടുന്നത്. എനിക്ക് എന്റേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. കേവലം ഇതുപോലെ ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ച് തീർത്ത് എന്റെ ആത്മാവിനെ വെറും വേസ്റ്റ് ആക്കി കളയേണ്ടതില്ല. എനിക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്റെ കുട്ടിയെ വളർത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ശരി, ഞാൻ എന്റെ സ്വന്തം വീട്ടിലോട്ടോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കളുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ എന്റെ സമുദായമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ, അങ്ങനെ കുറെ അധികം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അവരുമായിട്ട് സംസാരിച്ച് വേണ്ടുന്ന അപ്പൊ നമ്മൾ പെൺകുട്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതായിരിക്കണം. പലരും പല വഴിയിൽ നിന്നുള്ള ഉപദേശങ്ങൾ നീ തരും. നിനക്ക് ഒരു 2 കുഞ്ഞുങ്ങളായി പോയി, നിനക്ക് ആങ്ങളയുണ്ട്, നിങ്ങളുടെ അമ്മ വയ്യാത്തതാണ്, നിങ്ങളുടെ അച്ഛൻ വയ്യാത്തതാണ്, നീ 2 പിള്ളേരെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ്. ഈ അച്ഛനും അമ്മയും ഇവർക്കെല്ലാം എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല, ആങ്ങളൊക്കെ സംരക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ബോൾഡ് ആയിട്ട് നിൽക്കണം. കാരണം ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് എന്തെങ്കിലും ജോലി എടുത്തിട്ടാണെങ്കിൽ
ഉണ്ടെങ്കിലും എന്റെ കുട്ടികളെ എനിക്ക് മാന്യമായിട്ട് വളർത്താൻ സാധിക്കും, എനിക്ക് മാന്യമായിട്ട് നിൽക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മെന്റലി നമ്മൾ പ്രിപ്പയർ ആകണം. എന്നിട്ട് നമ്മുടെ ചിന്തകൾ നമ്മൾ പിന്നെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകാൻ പാടില്ല. കാരണം ഓൾറെഡി നമ്മുടെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ ഇങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെ വിട്ടേക്കുക, അവരെ പാടിന് വിട്ടേക്കുക. നമ്മൾ തിരിച്ചു നടക്കുക. കാരണം നമുക്ക് ഇനി യാത്രകൾ ചെയ്യാനുണ്ട്. നമ്മുടെ യാത്ര സ്റ്റോപ്പ് ചെയ്യേണ്ടതില്ല. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ യാത്ര സ്റ്റോപ്പ് ചെയ്യേണ്ടി കളയേണ്ടതല്ല എന്ന് ദൈവത്തെ ഓർത്ത് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കുക. നമ്മൾ ഫസ്റ്റ് വിഭജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വിഭജിക മാത്രമല്ല ആത്മഹത്യ ചെയ്തത്. വിഭജിയുടെ കുഞ്ഞിനെ ഫസ്റ്റ് വിഭജിക കൊലപ്പെടുത്തുകയും പിന്നീട് വിഭജികയും ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. കാരണം ഒന്നേ ഉള്ളൂ, ഹസ്ബൻഡിന്റെ ഹരാസ്മെന്റും ഹസ്ബൻഡിന്റെ പീഡനങ്ങളും സഹിക്കാൻ വയ്യാണ്ട് അവർ ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അവർ വിചാരിച്ചു, ഞാൻ ഈ ലോകത്തോട്ട് ഇല്ലാതായി പോയാൽ എന്റെ കുഞ്ഞും അനാഥമായി പോകും. അതുകൊണ്ട് ഫസ്റ്റ് അവർ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചോ അങ്ങനെയോ കൊലപ്പെടുത്തുകയും പിന്നീട് വിഭജിക്കുകയും ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു. ഇവിടെ എല്ലാം ഭർത്താക്കന്മാരുടെ കൊടിയ പീഡനങ്ങളാണ് നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നത്. കാരണം അവർക്കൊന്നും തുറന്നു പറയാതെ അവർ മറ്റാരോടും ഷെയർ ചെയ്താൽ തന്നെ അവര് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അഥവാ മറ്റുള്ളവരോട് പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അത് എടുക്കുന്നതെന്ന് പോലും അറിയില്ല. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാരുടെ ലൈംഗികമായ വൈകൃതമായ സ്വഭാവങ്ങൾ ഇതിനകത്ത് വ്യക്തമാണ്. അതും പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഇങ്ങനത്തെ കോമാളിത്തരമൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് അതിലുള്ള വൈകൃതങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞ് മനസ്സിലാക്കും ഇതെന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക. അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെ, നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ നമ്പർ കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് നല്ല ഹോസ്പിറ്റലുകളിൽ നോക്കി ഇതെന്താ ഇങ്ങനെ, എന്നോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അവരോട് ചോദിച്ചറിഞ്ഞ് നിങ്ങൾ അത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നീട് അതിന് വേണ്ടുന്ന എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അതവിടെ വിട്ടേക്കുക. വെറുതെ നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത്. പെൺകുട്ടികളോടാണ് പറയാനുള്ളത്. ഇവിടെ അതുല്യയുടെ കേസും എടുത്ത് തന്നെ അതുപോലെ തന്നെ ഈ 2 കേസ് നടക്കുന്നത് UAE-യിലാണ്. അവരും ഇതുപോലെ ഇന്നലെ ആത്മഹത്യ. ഇപ്പൊ അതുല്യയുടെ കേസ് വരുന്നതില്ല, ഇപ്പൊ ആത്മഹത്യയായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ഇതിനകത്തുള്ള വീഡിയോസ് നമ്മളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊരു കൊലപാതകമാകാനും ചാൻസ് ഉണ്ട്. പിന്നെ പെൺകുട്ടികളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് തീരുമാനമെടുക്കാൻ വൈകി പോയി കഴിഞ്ഞാൽ ചിലപ്പം അവര് നമ്മളെ കൊന്നേക്കാം. അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഒരിക്കലും അവർക്ക് അടിമയായി ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ വളരെ തന്റേടിയാവുക എന്നുമല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഒട്ടും പറ്റത്തില്ലേ, നമ്മൾ അവിടെ വിട്ടേക്കുക. നമുക്ക് നമ്മുടെ ഈ സൊസൈറ്റിയിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ഇതുണ്ട്. നമ്മൾ അയൽവക്കക്കാർ എന്ത് പറയുന്നു, അവരെന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, ബന്ധുക്കൾ എന്ത് പറയുന്നു, നെവർ മൈൻഡ്. നിങ്ങൾ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സോൾ. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. മറ്റുള്ള അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്നതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. സോ പ്ലീസ് നെവർ മൈൻഡ് ചിറ്റാറ്റ് കേൾക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക. ഓക്കെ, ചെയ്യുകയുണ്ടായി. വളരെ പരിതാപകരമാണ്. രണ്ട് പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസമുള്ളതാണ്, വിവരമുള്ളതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഇത്രയും വിദ്യാഭ്യാസം വിവരവുമുള്ള വ്യക്തികൾ എന്തിനാ ആത്മഹത്യ ചെയ്തു? അവർക്ക് എന്തെല്ലാം വഴികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് പക്ഷെ നമ്മുടെ മാത്രം ചിന്തയാണ്. അവരുടെ പ്രശ്നങ്ങൾ അവരുടെ മാത്രമാണ്, അവരനുഭവിച്ച കാര്യങ്ങൾ അവരുടെ മാത്രമാണ്. നമ്മൾ അവർക്ക് ഇങ്ങനെ രക്ഷപ്പെടാമായിരുന്നു, അങ്ങനെ രക്ഷപ്പെടാമായിരുന്നു ഒക്കെ നമ്മൾ പറയും. പക്ഷെ നമുക്കറിയില്ല അവര് കടന്നുപോയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്കറിയില്ല. ഇനി വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടികളോടും പിന്നെ ഇപ്പം നിലവിൽ ഇതുപോലെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെൺകുട്ടികളോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടുമാണ് പറയാനുള്ളത്. തീർച്ചയായും നമുക്ക് വിവാഹാലോചനകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ ബേസിക് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് അവരുടെ നാട്ടിൽ ചെന്ന് അന്വേഷിക്കുക, ചെറുക്കൻ എങ്ങനെയുണ്ട്, വീട്ടുകാരെങ്ങനെയുണ്ട് എന്നൊക്കെ ബേസിക് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടി അവരുടെ ഭർത്ത വീട്ടിലോട്ട് വരുമ്പോൾ മാത്രമാണ് ശരിക്കും അവരുടെ തനി സ്വരൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത് ചക്കയോ മാങ്ങയോ ഒന്നും അല്ല തുന്നിച്ചു നോക്കാൻ. നമുക്ക് മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവുകൾ വെച്ച് മാത്രമായിരിക്കും നമ്മൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്. സോ നമ്മൾ ഇനിയിപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞത് 3 മാസമെങ്കിലും ഭർത്ത വീട്ടുകാരോട് നന്നായിട്ട് പെൺകുട്ടിയാണേലും പരസ്പരം ഇടപഴകാനുള്ള അവസരങ്ങൾ കൊടുക്കണം. പിന്നെ പെൺകുട്ടികളുടെ പെൺകുട്ടിയെ ഒഴിവാക്കി പെൺകുട്ടികളുടെ വീട്ടുകാർ മാത്രം ചെറുക്കന്റെ വീട്ടിലോട്ട് പോകുകയും അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്തി അവളാണ് അവിടെ ജീവിക്കാൻ പോകേണ്ടത്. അപ്പം വീട്ടുകാരെക്കാളും ഉപരി എങ്ങനെയാണ് എനിക്ക് ഈ വീടുമായിട്ട്
സിങ്ക് ചെയ്ത് പോകാൻ പറ്റുമോ, ഈ വീട്ടുകാരെങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ആ പെൺകുട്ടിയാണ്. അപ്പൊ കല്യാണത്തിന് മുമ്പ് തീർച്ചയായും ആ പെൺകുട്ടിയെയാണ് ആ വീട്ടിലോട്ട് കൊണ്ടുപോകേണ്ടതും അവിടെയുള്ള സാഹചര്യങ്ങൾ അവളെ മനസ്സിലാക്കേണ്ടതും. കുറഞ്ഞത് 3 മാസമെങ്കിലും അവരുമായിട്ട് നന്നായിട്ട് പേഴ്സണലായിട്ടെല്ലാം നന്നായിട്ട് ഇടപഴകി അവർ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വിവാഹത്തിലോട്ട് കടക്കുക. അതായത് ചിലപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു കാണും, എൻഗേജ്മെന്റ് കഴിഞ്ഞെങ്കിലും കുറച്ചു നാളും കൂടെ നീട്ടിവെക്കുക, കല്യാണം കുറച്ചു നാളും കൂടെ അടിപിടിയിൽ നടത്താതെ കുറച്ചു നാളും കൂടെ നീട്ടി വെക്കുക. എന്നിട്ട് നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഫംഗ്ഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരും വരട്ടെ, നമുക്കും പോകാം. അപ്പം ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവരുമായിട്ട് ഇടപെടുക. പിന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറയണം, നമ്മൾ അത് കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താണെന്ന് മനസ്സിലാവും. ഇനി അഥവാ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒത്തിച്ച് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാർ ചില സമയത്ത് വിചാരിക്കും, അയ്യോ നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ, നമ്മൾ കല്യാണക്കുറി ഓൾറെഡി എല്ലാരെയും ക്ഷണിച്ചല്ലോ, ഇനി എങ്ങനെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞ് അവളെ മനഃപൂർവ്വം അതിലോട്ട് തള്ളിവിടാതെ പറ്റത്തില്ലേ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്ക്, ആ ബന്ധം നമുക്ക് വേണ്ട, കല്യാണത്തിന് തലേന്നാണോ സ്റ്റോപ്പ് ചെയ്തേക്ക്, ചെയ്തേക്ക്, പ്രശ്നമില്ല. അപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകള് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ കാണാൻ പറ്റും. ഇത് നമ്മൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുകയാണെങ്കിൽ ഒരു പക്ഷെ പകുതി വെച്ച് അവൾ അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം. അപ്പൊ അങ്ങനെ ഒരു അവസരങ്ങൾ പെൺകുട്ടികൾക്ക് കൊടുക്കുക. പിന്നെ അഥവാ ഇനി വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മളിപ്പം ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞു, പോലീസ് സ്റ്റേഷനിലോ സമുദായത്തിലോ ഒരു കംപ്ലൈന്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവിടെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട്, ഒത്തുതീർപ്പ്. ദയവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വരുന്ന കംപ്ലൈന്റ്സ് അല്ലെങ്കിൽ സമുദായത്തിൽ നമുക്ക് ഒത്തുതീർപ്പ് ശരി പറഞ്ഞു നോക്കാം, അവളെ പേഴ്സണലായിട്ട് വിളിച്ച് അവളെ ഒന്ന് സംസാരിപ്പിക്കാൻ വരുത്തുക. എന്നിട്ട് ഈ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞിട്ട് അവളെ ഇതിലോട്ട് തള്ളി വിടരുത്. പോലീസുകാർ ശ്രദ്ധിക്കണം, സ്റ്റേഷനിൽ വരുന്ന മിക്ക കംപ്ലൈന്റും ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് തള്ളി പോകുന്നുണ്ട്. പിന്നീട് അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സമുദായത്തിലും ഈ ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരെ മനസ്സിലാക്കുക, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. എന്നിട്ട് അവരെ ബ്രെയിൻ വാഷ് ചെയ്യരുത്, അവർക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ ആ കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാനും. പിന്നെ നമുക്ക് പേരൻസിനോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ വന്നൊരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പേരൻസ് വേണ്ട മക്കളെ എന്നാൽ തിരിച്ചു പോന്നേക്ക് എന്ന് പറയുന്ന പേരൻസും ഉണ്ട്. ചിലവരെ അങ്ങോട്ട് പ്രഷർ ചെയ്ത് അവരെ വിടുന്നവരുമുണ്ട്. ചില കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ വന്ന് നിൽക്കും, ബന്ധം വേണ്ട എന്ന് കരുതി ഭാര്യ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി നിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവര് സോറി അറിയാതെ ചെയ്താണ്, നിനക്ക് ഞാനില്ലേ അതില് മറ്റാരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പിന്നെ തിരിച്ചു വിളിക്കാറുമുണ്ട്. അങ്ങനെ ഒരു 5, 6, 7, 8, 9, 10 തവണ വരെയെങ്കിലും പെൺകുട്ടികൾ പോട്ടെ ജീവിതമല്ലേ എന്ന് വിചാരിച്ച് ക്ഷമിച്ച് ഭർത്താക്കന്മാര് വിളിക്കുമ്പോൾ അവരുടെ കൂടെ പിന്നെയും തിരിച്ചു പോകാറുണ്ട്. പിന്നെയും ഇത് തന്നെ. ഒരു കാര്യം മനസ്സിലാക്കണം, പട്ടിയുടെ വാല് എത്ര തവണ കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ നിൽക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പൊ റിപ്പീറ്റ് നിങ്ങൾക്ക് ജീവിതാവസാനം മുഴുവനും ഇത് തന്നെ സഹിക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പോകുന്നവരാണെങ്കിൽ എനിക്കിത് തരണം ചെയ്യാൻ കഴിവുണ്ട്, എനിക്ക് ഇത് കുഴപ്പമില്ല, അവരെന്തായാലും കടന്ന് കാണിച്ചാലും എന്റെ രോമത്തിൽ പോലും മേശത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ, ഒരു കുഴപ്പമില്ല. ഇല്ല എനിക്കിനി അവിടെ ഒട്ടും പറ്റത്തില്ല എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പോവരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് 1 കുട്ടിയോ 2 കുട്ടിയോ 3 കുട്ടിയോ എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും നിങ്ങൾ അതിന്റെ പേരിലും നിങ്ങൾ പോവരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടായിരിക്കണം, ഇവരെന്നാ കാണിച്ചാലും എന്റെ ഒരു രോമത്തിൽ പോലും വേശാൻ പോകുന്നില്ല, ഞാൻ അത്ര ബോൾഡ് ആണെന്ന് ഉള്ള ധാരണയുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാം. പിന്നെ നമ്മുടെ പേരൻസിനോട് സമൂഹത്തോട് എല്ലാം കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് full A+, ഫുൾ മാർക്ക്, നല്ല ജോലി, ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ കുട്ടികളോട് പറയുന്നത് full A+ വാങ്ങിച്ചുകൊണ്ട് വരൂ, നല്ല ജോലി വാങ്ങിക്കൂ, അപ്പൊ നിങ്ങളുടെ ലൈഫ് സെറ്റായി. നെവർ, അങ്ങനെയല്ല നിങ്ങളുടെ ലൈഫ് സെറ്റ് ആവേണ്ടത്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പറഞ്ഞു കൊടുക്കുക, നല്ല മാർക്ക് വേണം, നല്ല ജോലി വേണം, എങ്കിലേ സമ്പാദിക്കാൻ പറ്റുള്ളൂ, സമ്പാദ്യം ഉണ്ടെങ്കിലേ സമൂഹത്തിൽ ഒരു വില ഉണ്ടാവുള്ളൂ, പൈസ ഉള്ളവനെ ശരിക്കും വിലയുള്ളൂ. അതെല്ലാം കറക്റ്റ് തന്നെ. പക്ഷേ വിവാഹത്തിലോട്ട് കടക്കുന്ന ഒരു ആൺകുട്ടിയോടും പെൺകുട്ടികളോടും അല്ലെ വിവാഹത്തിന് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോ തന്നെ നമുക്ക് അവർക്കൊരു ലൈഫ് സ്റ്റഡി പഠിപ്പിച്ചു കൊടുക്കണം. കാരണം എന്ത് വന്നാലും 4 കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. ലൈഫ് സ്റ്റൈൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതെല്ലാം വളരെ അത്യാവശ്യമാണ്. ഇപ്പം പോൺ സൈറ്റിന്റെ ഒക്കെ കാലമാണ്, എല്ലാവരും മിക്കവരും അതിനകത്ത് അഡിക്റ്റ് ആണ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ കൊടുക്കണം. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോഴത്തെ പേരൻസ് ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വന്നത്, എന്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ച് അവർക്കുള്ളതെല്ലാം നമ്മൾ സ്വരുക്കുട്ടി എല്ലാം ചെയ്തു കൊടുക്കും. ചെയ്തു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുക?
ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അവർക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ അത് നേരിടണമെന്ന് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ 4 കാലം നിൽക്കാൻ അറിയത്തില്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. കാരണം എന്റെ പേരൻസ് എനിക്കെല്ലാം തന്നാണ് വളർത്തിയത്. പിന്നെ വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരിക്കും. അവർക്ക് ഒരു നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് വിദേശത്തൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കുടുംബക്കാരെക്കാളും കുറച്ച് ഹൈ ലെവലിലുള്ള വിവാഹാലോചനകൾ നമുക്ക് വരും. അപ്പം ഇത്ര നാളും ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ മക്കളും കഷ്ടപ്പെടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ ഹൈ ലെവൽ പാർട്ടീസിന് നമ്മുടെ കുട്ടികളെ കൈപിടിച്ചു കൊടുക്കും. അവിടെ ചെന്ന് അവർ അനുഭവിക്കുന്ന എന്താ? കുത്തുവാക്കുകൾ. എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പൈസ ഇല്ലല്ലോ, പണമില്ലല്ലോ എന്നുള്ള കുത്തുവാക്കുകൾ അവര് എന്റെ അച്ഛനും അമ്മയും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് അവര് തന്റെ പെൺകുട്ടികൾ തങ്ങളുടെ വീട്ടിൽ പറയത്തില്ല. അവരിങ്ങനെ നീറി ഇങ്ങനെ ജീവിക്കും. കുറെ കഴിയുമ്പോഴേ അവര് ചില കുട്ടികൾ നല്ല ബോൾഡ് ആവും, കുറച്ച് കഴിയുമ്പോൾ ചില കുട്ടികൾ ഡിപ്രഷനിലോട്ട് പോകും. അതുകൊണ്ട് നമുക്ക് പറ്റിയ ബന്ധം മതി. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. കുറഞ്ഞത് 2-3 മാസമെങ്കിലും അവരുമായിട്ട് നന്നായിട്ട് ഇടപഴകണം എന്ന് പറയുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. ഒരു 2-3 മാസം നന്നായിട്ട് ഇടപെട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര മറയുണ്ടെങ്കിലും അത് പുറത്ത് ചാടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ അവരെന്ത് കരുതും, ഇവരിങ്ങനെ കരുതും എന്ന് കരുതി അങ്ങനെയല്ല സംസാരിക്കണം. നമുക്ക് പറയാനുള്ള നമ്മളായിട്ട് നിന്നിട്ട് നമ്മൾ ബോൾഡായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയണം. അതായത് ഇനി എന്റെ ഹസ്ബൻഡായിട്ട് എന്റെ ഭാവിയിൽ എന്റെ അമ്മായിപ്പനും അമ്മായിമ്മയാണ്, എന്റെ ഭാവിയിൽ എന്റെ ഹസ്ബൻഡാണ്, അവരെന്ത് വിചാരിക്കും, ഇപ്പോഴേ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാലൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു പേഴ്സണൽ, നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു വ്യക്തിത്വം ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അന്നേരം തന്നെ പറയുക. ഓക്കെ. സോ ഗൈസ്, അപ്പം നമുക്ക് വളരെ വിഷമമുണ്ട് ഈ 2 മരണങ്ങളും. ഇത് തന്നെയല്ല, നമുക്ക് പാസ്റ്റിലോട്ട് എടുത്തു നോക്കിയിട്ടുണ്ട്. ഒരുപാട് ഭർത്തൃ ഗ്രഹങ്ങളിൽ ഇതുള്ള പീഡനങ്ങൾ സഹിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോഴും പുറത്ത് പറയാത്ത കുട്ടികളുണ്ട്. നല്ല തന്റെ അടുത്തോടെ ജീവിക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ ഇനിയെങ്കിലും ആത്മഹത്യയുടെ വക്കിലോട്ട് പോവരുത്. നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുക, നമ്മുടെ അച്ഛനും അമ്മയും അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ടാൽ അവർക്കാണ് ഈ പറയുന്നവർക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടാവത്തില്ല. ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കൊന്നും ഒരു വിഷമം ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് ജന്മം നൽകിയ നമ്മുടെ അച്ഛനും അമ്മയും പിന്നെ നമ്മുടെ കൂടപ്പറപ്പുകൾക്കും അവർക്ക് ഒരിക്കലും താങ്ങാനാവാത്ത ഒരു വേദനയാകും. അപ്പൊ അതും കൂടെ നിങ്ങൾ ആക്കി വെക്കരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കുക. സോ അടുത്തൊരു വിഷയമായിട്ട് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.